കഴിഞ്ഞ കുറേ ദിവസമായി ശക്തമായി പെയ്യുന്ന മഴ, ആ മഴയുടെ ഫലമായി നമ്മുടെ എല്ലാ നഗരങ്ങളും നാട്ടുംപുറങ്ങളും വെള്ളത്തിനടിയിലായി. മഴക്കാലത്തെ മുമ്പ് തന്നെ തുടങ്ങുന്ന പല പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നടത്തേണ്ടത്. ഇന്നലെ തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു നരകയാത്ര നടത്തി. കാരണം മഴക്കാലം വരുമെന്നുള്ളത് മുൻകൂട്ടി കാണാൻ ഗവൺമെൻറ്റിനും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒക്കെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ പുതിയ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ പത്രത്തിൽ വന്നിട്ടുണ്ട്, AI സംവിധാനത്തിലൂടെ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടാവും എന്ന് മുൻകൂട്ടി അറിയാം. ഇത്തവണ ഈ നമ്മുടെ അപ്രതീക്ഷിതമായി ഉണ്ടായി എന്ന് പറയുന്നത് വേനൽ മഴയാണ്. ഇത്രയും ശക്തമായ വേനൽ മഴ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കാലവർഷം ജൂൺ 1-ാം തീയതി ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ പ്രവചനമുണ്ടായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ ഗവൺമെൻറ് ഓരോ ജില്ലയ്ക്കും മന്ത്രിമാരെ ചുമതലപ്പെടുത്തും. മന്ത്രിമാർ പോയി കളക്ടർമാരുമായിട്ട് ഇരുന്ന് ജനപ്രതിനിധികളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ യോഗം വിളിച്ച് ഈ കാലവർഷം വരുമ്പോൾ വെള്ളപ്പൊക്കം അതുപോലുള്ള ജലജന്യമായ രോഗങ്ങൾ ഇതിനെയൊക്കെ നേരിടാൻ മഴക്കാല പൂർവ്വ ശുചീകരണം ഇത് സംബന്ധിച്ചൊക്കെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇത്തവണ ഒന്നും സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രിയും പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഈ വേനൽ മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവർ വിദേശ പര്യടനത്തിന് പോയി. ഇവിടുത്തെ 3 നഗരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട്, തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡിൻ്റെ പേരിൽ എല്ലാ റോഡുകളും പൊളിച്ചിട്ട് ആ റോഡുകൾ ആ കുഴിയിലൊക്കെ വെള്ളം കെട്ടി ആകെ കൂടി ഗതാഗത തടസ്സവും ആളുകളെല്ലാം വളരെ ദുരിതമനുഭവിക്കുകയാണ്. 6-7 ആളുകൾ ഈ മഴ വന്ന് ശക്തിപ്പെട്ടതിന് ശേഷം മരണമടഞ്ഞു ഈ സംസ്ഥാനത്ത്. എന്ത് നടപടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കൊറോണ വന്നപ്പോൾ എല്ലാ ദിവസവും മുഖ്യമന്ത്രി വൈകുന്നേരം പത്രക്കാരെ കാണും. അതിനേക്കാൾ ഗൗരവമുള്ള ഒരു സംഭവമല്ലേ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് കാലവർഷം ഒരു ദിവസം നേരത്തെ വരിക, ഇന്നല്ലെങ്കിൽ നാളെ തുടങ്ങും. ഇത്രയും ദുരിതങ്ങൾ ഉണ്ടായിട്ട് എല്ലാ ദുരിതങ്ങളും തടയാൻ കഴിയാത്തത് ഗവൺമെൻറ്റിൻ്റെ കുറ്റമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് സംവിധാനം, നമ്മുടെ കോർപ്പറേഷനുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഹൈക്കോടതി തന്നെ പറഞ്ഞ എന്താ, കൊച്ചിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നില്ല. തിരുവനന്തപുരത്തും ഇതുപോലെ തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഓരോ സ്ഥലത്തും പോയി ദൃശ്യങ്ങൾ പകർത്തി. ഓരോ മാധ്യമവും പറഞ്ഞ എന്താ, മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി ഈ മാലിന്യമൊക്കെ മാറ്റിയ സ്ഥലങ്ങളിൽ വെള്ളം സുഗമമായി പ്രവഹിക്കുന്നുണ്ട്, അല്ലാത്തിടത്ത് വെള്ളക്കെട്ടാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട് സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ കോഴിക്കോട് ഏതാണ് ഈ ജപ്പാൻ വാട്ടർ കുടിവെള്ള പദ്ധതിയുടെ റോഡ് നിർമ്മാണം, അത് കാലതാമസം വന്നത് കാരണം പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് പിന്നെ ഓണർമാർ സമരം പ്രഖ്യാപിച്ചിരിക്കുക. ഈ റോഡുകളുടെ നിർമ്മാണത്തിൽ നമ്മുടെ ദേശീയപാത അതിൻ്റെ നിർമ്മാണം ഇതൊക്കെ മഴ മുൻകൂട്ടി കാണണ്ടേ? അത് കണ്ടുകൊണ്ട് അതിനനുസരിച്ച് ആസൂത്രണം ചെയ്യുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് വകുപ്പ് ദയനീയമായി പരാജയപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇവിടെ ഇല്ല, അദ്ദേഹം വിദേശ പര്യടനത്തിലാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിനും ഉണ്ടായ പരാജയം, അതിന് വലിയ കനത്ത വില കൊടുക്കേണ്ടി വരും. അടിയന്തിരമായി ഇപ്പോൾ വെള്ളപ്പൊക്കം മൂലം ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നല്ല. പക്ഷെ അതൊന്നും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തിരമായി ഈ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ, തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ടാണ് മന്ത്രിമാർ പോകാത്തത്. ഇവിടെ ചീഫ് സെക്രട്ടറി ഇല്ലേ, കളക്ടർമാരില്ലേ, അവരല്ലേ ഭരണ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടവർ. അടിയന്തിരമായി ഉന്നതതല യോഗം കൂടി ഈ വെള്ളപ്പൊക്കവും അതുപോലുള്ള ഈ ഓരോ നഗരങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. മഴക്കെടുതിയിൽ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ കാലത്തും റവന്യൂ വകുപ്പ് സഹായം കൊടുക്കാറുണ്ട്. 7 പേരോ 8 പേരോ മരിച്ചു, അവർക്ക് സഹായം കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.